ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് USCRT 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ തുല്യതയിലേക്കാണ്. ഏറ്റവും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നത് 5ാം ക്ലാസ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ്. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അല്ലേ. അപ്പോൾ വരുമാന സ്രോതസ്സുകൾ എന്ന് പറയുന്നത് ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം അനുസരിച്ച് വരുമാനത്തിൽ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഉയർന്ന വരുമാനമുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളും നിറവേറ്റാൻ കഴിയാതെ വരുന്നു. ഓക്കെ, ഇനി എന്താണ് സാമ്പത്തിക അസമത്വം എന്നുള്ളതാണ്. സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് തൊഴിലിൽ നിന്നും മറ്റ് വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞത് തന്നെയാണ്. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു സമൂഹത്തിലെ വിഭവം തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് വരുമാനത്തിലും തൊഴിലുള്ള അസമത്വം സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ സാമ്പത്തിക അസമത്വം പറയണത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിലെ സമ്പത്ത്, വരുമാനം, വിഭവങ്ങൾ എന്നിവ അസമമായ രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് സാമ്പത്തിക അസമത്വം ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി പലപ്പോഴും വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലേക്ക് അസമത്വത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അതുതന്നെയാണ് വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നുള്ള അസമത്വത്തിലേക്കും ഇത് നയിക്കുന്നു. ഇനി വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ട് വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം ഭരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇനി മിശ്രഭോജനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളറിയാം, കഴിഞ്ഞ ചാപ്റ്ററിൽ 5ാം ക്ലാസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒന്നും കൂടി വിപുലമായിട്ട് ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. ആദ്യം തന്നെ സമത്വ സമാജമാണ്. സമത്വ സമാജം എന്ന് പറയുന്നതിൻ്റെ നേതൃത്വത്തിൽ അയ്യ വൈകുണ്ഠ സ്വാമികൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അയ്യ വൈകുണ്ഠ സ്വാമിയുടെയാണ് ഇത് സമത്വ സമാജം എന്ന് പറയുന്നത്. ഓക്കെ, സമത്വ സമാജം. സമത്വ സമാജത്തിൻ്റെ അണ്ടറിൽ വന്നതാണ് എന്ന് പറയുന്നത് സമപന്തി ഭോജനം. ഓക്കെ, സമപന്തി ഭോജനം ഒരുമിച്ച് ഇരിക്കാനും കഴിക്കാനൊന്നും അന്ന് പറ്റിയിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിന്ന് വിവേചനം അവസാനിപ്പിക്കുന്നതിനായി നിരവധി സമരങ്ങളുണ്ടായി. അതിലൊന്നാണ് എന്ത് പറയുന്നത് സമപന്തി ഭോജനം എന്ന് പറയുന്നത്. അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം. ഇനി അടുത്തത് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചേറായിൽ വെച്ച് സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന കെ അയ്യപ്പൻ സംഘടിപ്പിച്ചതാണ് മിശ്രഭോജനം. അപ്പോൾ മിശ്രഭോജനം, അപ്പോൾ സഹോദരൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ ആരാണ്? സഹോദരൻ പത്രത്തിൻ്റെ പത്രാധിപർ നമ്മുടെ സഹോദരൻ അയ്യപ്പനാണ്, അഥവാ കെ അയ്യപ്പൻ. ഓക്കെ, എന്നാണ് മിശ്രഭോജനം നടന്ന വർഷം? 1917 മെയ് 29 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എവിടെയാണ് നടന്നത്? എറണാകുളം ജില്ലയിലാണ്. സഹോദരൻ അയ്യപ്പൻ്റെ പത്രമാണ് സഹോദരൻ എന്ന പത്രം. അതിൻ്റെ പത്രാധിപരായിരുന്നു കെ അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്. ഇനിയുള്ളത് മേൽമുണ്ട് സമരമാണ്. മേൽമുണ്ട് സമരം പറയുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം നടത്തിവരുന്ന സമരമാണ് മേൽമുണ്ട് സമരം. ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാതി ആചാരത്തിൻ്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് 1859 മേൽമുണ്ട് സമരത്തിന് വിളംബരം അവകാശം നൽകിക്കൊണ്ട് വിളംബരം നടത്തിയത് ഉത്രം തിരുനാളാണ്. ഓക്കെ, ഈ കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്തത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയമാണ്. അതായത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു. എന്നാൽ ചില മേൽജാതിക്കാർക്ക് കീഴ്ജാതിക്കാർ സ്കൂൾ കയറുന്നത് പ്രവേശനം നൽകിയിരുന്നില്ല. ഓക്കെ, ഇതിൽ പ്രതിഷേധിച്ച് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചമി എന്ന ദളിത് ബാലികയുടെ കൈപ്പിടിച്ച് ഊരൂട്ടമ്പല സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടു. പഞ്ചമിക്ക് പ്രവേശനം നൽകി അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ എന്ത് ചെയ്തു? സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റു ഉപകരണങ്ങളുടെ അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിട്ടുള്ളത്. ഓക്കെ, ഊരൂട്ടമ്പല സ്കൂളിൽ പഞ്ചമിയെ കൊണ്ട് അയ്യങ്കാളി ചെന്നു. ഓക്കെ, ആ സ്കൂളിൽ തീയിട്ട് നശിപ്പിച്ചു. ഇപ്പോൾ അത് സൂക്ഷിച്ചിരിക്കുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ്. ആ സ്കൂളിൻ്റെ പേരും മാറ്റി. ഓക്കെ, ഉരുട്ടമ്പല സ്കൂൾ എന്തായി മാറി? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളായി. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിക്കാം.
ഇനി അടുത്തത് പറയുന്നത് സാമൂഹിക അസമത്വം എന്നുള്ളതാണ്. എന്താണ് സാമൂഹിക അസമത്വം? സാമൂഹികമായി എല്ലാ ജനങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം. സാമൂഹികമായിട്ട് എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമില്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ഒരു സമൂഹത്തിനുള്ളിൽ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നതാണ് സാമൂഹിക അസമത്വം. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നുണ്ട്. സാമൂഹിക അസമത്വം ഉന്മൂലനം ചെയ്യുന്നതിനായി സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പല നയങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി സാമ്പത്തിക അസമത്വം എങ്ങനെയാണ് ഉണ്ടാവുക? വരുമാനത്തിലുള്ള വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യത കുറവ്, കൂലി ശമ്പളത്തിലുള്ള വ്യത്യാസം, വിദ്യാഭ്യാസ അസമത്വം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ. സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം എന്ന് പറയുന്നതാണ് ജാതി, മതം, വംശം, ലിംഗ പദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമായിട്ടുള്ള വിഭജനം. സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഭൂമിശാസ്ത്രപരമായ അസമാനതകളാണ് ഗ്രാമനഗര വ്യത്യാസം, വിഭവങ്ങളുടെ ലഭ്യത കുറവ്. ചരിത്രപരമായ ഘടകങ്ങൾ നമ്മുടെ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ. ഓക്കെ, ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പെൻഷനുകളും കാര്യങ്ങളും, അതായത് സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിനുള്ള സർക്കാർ ഇടപെടലുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ പെൻഷനുകളൊക്കെ അതിൽ പെടും. ഓക്കെ, ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാകുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അവ നമുക്ക് പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ ക്ഷേമ പെൻഷനുകൾ. സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾ സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് എന്ത് പറയുന്നത്, ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകൾ പ്രധാന ഗുണഭോക്താക്കൾ. ആരൊക്കെയാണ്? മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ, അവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പെൻഷനുകളാണ് കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ, ദേശീയ വിധവാ പെൻഷൻ. ഓക്കെ, ഇനി സ്കോളർഷിപ്പുകളാണ്. വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാഭ്യാസ ആവശ്യത്തിന് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്കോളർഷിപ്പുകൾ മനസ്സിലാക്കുക. പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, TH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, മെറിറ്റ് സ്കോളർഷിപ്പ്. ഓക്കെ, ഇനി സബ്സിഡി. എന്താണ് സബ്സിഡി നോക്കാം. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. അത് നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. ഓക്കെ, ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സിഡി എന്ന് പറയുന്നത്. അത് നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. അപ്പോൾ പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സബ്സിഡി എന്ന് പറയുന്നത് നേരിട്ട് നൽകുന്ന സബ്സിഡി എന്ന് പറയുന്നതാണ്. അതെന്താണ്? പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ എന്താണ്? പരോക്ഷ സബ്സിഡി. അപ്പോൾ നേരിട്ടുള്ള സബ്സിഡി എന്ന് പറയുന്നത് പണമായിട്ട് നൽകുന്നതും, നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിക്കും ഉൾപ്പെടുന്നു. ഓക്കെ, ഇനി ദാരിദ്ര്യ ലഘൂകരണ, സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനായി നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കി വരുന്നു. അവയിൽ ചിലത് പരിചയപ്പെടാമെന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഓക്കെ, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയോട് ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇതെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ? 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ്. എത്ര ദിവസമാണ്? 100 ദിവസത്തിൽ കുറയാത്ത ആ വിദഗ്ധമായ കായിക തൊഴിലാണ് പദ്ധതി. ഏത് മേഖലയിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? ഗ്രാമീണ മേഖലയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക.
ലൈഫ് മിഷനാണ്. എന്താണ് ലൈഫ് മിഷൻ? ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഒരു കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നുള്ളതാണ് ലൈഫ് മിഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ്? ഭൂരഹിത ഭവനരഹിതർ, ഭവനം പൂർത്തിയാക്കാത്തവർക്ക്, പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്ക് സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം നൽകുകയാണ് ലൈഫ് മിഷൻ്റെ ലക്ഷ്യം. അത് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇനി തീരമൈത്രിയാണ്. തീരമൈത്രി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഉണ്ട് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിലെ മുഖ്യധാരയിലെത്തിക്കാൻ ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, തീരമൈത്രി ആർക്ക് വേണ്ടിയിട്ടാണ്? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭമാക്കിക്കൊണ്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണ്. ആരാണ് അതിലെ ഗുണഭോക്താക്കൾ? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളാണ്. ഓക്കെ, ഇതിലൂടെ എന്ത് ചെയ്യുന്നു? മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കുന്നു. അടുത്തത് കൈവല്യമാണ്. നമ്മൾ കണ്ടു കൈവല്യ. ഓക്കെ, ഭിന്നശേഷി ഉള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ, കണ്ടു എന്നല്ല നമ്മൾ മുന്നേ പഠിച്ചു. ഓക്കെ, ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ എന്ന് പറയുന്നത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കൈവല്യ പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? അവസര തുല്യത, സാമൂഹിക ഉൾച്ചേരൽ എന്നിവയാണ് കൈവല്യ പദ്ധതിയുടെ ലക്ഷ്യം. ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ടാണ് കേരള സർക്കാർ ആരംഭിച്ച പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അടുത്തത് വിദ്യാവാഹിനി. ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പോയി വരാൻ വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതി ഏതാണ്? വിദ്യാവാഹിനി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്താണ് ഈ കൊഴിഞ്ഞുപോക്ക് തടയുക? സ്കൂളിലൊക്കെ ചെല്ലാതിരിക്കുന്ന അവസ്ഥ, ഈ കാടും മലയൊക്കെ താണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വിദ്യാവാഹിനി എന്ന് പറയുന്നത് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പോയി വരാനുള്ള വാഹന സൗകര്യ പദ്ധതിയാണ് വിദ്യാവാഹിനി. ഇനി അടുത്തത് ജനനി ജന്മരക്ഷ ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ്. ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുന്നതിനുള്ള കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. ഗുണഭോക്താക്കൾ ആരാണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ട അമ്മമാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. അടുത്തത് തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതിഭാതീരം. എവിടെയാണ്? തീരപ്രദേശ മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രതിഭാതീരം. ആ തീരത്തിൽ തന്നെ ഉണ്ട് പ്രതിഭകൾ. തീരത്തെ പ്രതിഭകൾ അവിടുത്തെ കുട്ടികളാണ്, അവരുടെ വിദ്യാഭ്യാസമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് ഗോത്രബന്ധു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാന യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിലെ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു. ഓക്കെ, ഗോത്രവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഒരിക്കലും മലയാളം മനസ്സിലായിക്കോണമെന്നില്ല. അപ്പോൾ അവരുടെ ഭാഷയിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വേണം മലയാളം പഠിച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ അവരുടെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. അവരുടെ അവിടെ കുറച്ച് പരിജ്ഞാനമുള്ള കുട്ടികൾ തന്നെ വേണം. ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു? സ്കൂൾ അധ്യാപകരെ, കുട്ടികളെന്നല്ല, ആ ആൾക്കാരെന്ത് ചെയ്യുന്നു? പ്രൈമറി സ്കൂളിലെ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രബന്ധു എന്ന് പറയുന്നത് പ്രൈമറി സ്കൂളിലെ അധ്യാപകരായിട്ട് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള ആൾക്കാരെ നിയമിക്കുന്ന പദ്ധതിയാണ്, കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രബന്ധു എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴത്തെ ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ജസ്റ്റ് മനസ്സിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ 18 വയസ്സിന് മുകളിലുള്ളവരാണ് ഗുണഭോക്താക്കൾ. 100 ദിവസത്തിൽ കുറയാത്ത ജോലി നമുക്ക് അവിടെ കിട്ടും. അവിഭക്തമായ കായിക വേതനം അവിടെ നിന്ന് കിട്ടുന്നു. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ഭൂരഹിതരും ഭവനരഹിതർക്കും ഭവനമില്ലാത്തവർക്കും കൊടുക്കുന്ന പദ്ധതിയാണ്. ഓക്കെ, വീട് ലഭ്യമാകുന്നതിലൂടെ. വിദ്യാവാഹിനി എന്ന് പറയുന്നത് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളതാണ്. അവിടെ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ്. തീരമൈത്രി എന്ന് പറയുന്നത് വനിതാ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണ ലക്ഷ്യം വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തീരമൈത്രി. കൈവല്യ ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവസര തുല്യതയാണ് ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയാണ് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി സൺഡേസിൽ നമ്മൾ പ്രിലിംസിൻ്റെ കഴിഞ്ഞു പോയ പ്രിലിംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പറയാം. ഓക്കെ.